കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ? PC ജോർജ് പത്തനംതിട്ട മത്സരിച്ചാൽ ജയിക്കുവോ? 100%. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. ബിജെപി സീറ്റ് തരുമോ? ബിജെപി സീറ്റ് തരുമോ? സീറ്റ് വന്നാൽ ജയിക്കുമോ? ഞാൻ നിന്നാ ജയിക്കും, ധൈര്യമായിട്ട് അവിടെ വന്നു. ഒരു കാര്യം ചെയ്ത് തയ്യാറായിട്ട് വന്നു. ഞാൻ പാർലമെന്റിൽ ചെല്ലുമ്പം വന്നാൽ മതി, പാസ് തരാം. നടന്നത് തന്നെ. അപ്പൊ ജയിക്കും, പാസ് തരാന്നേ. അപ്പൊ സ്ഥാനാർത്ഥിയാണ്. ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ. പത്തനംതിട്ട ശ്രീ അനിൽ ആന്റണി. ഉണ്ണി ചതി. ചതി അല്ല ജയ, വിധിയാ. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. വണ്ടിക്കൂലി കഴിച്ച് ബാക്കിയുള്ള കാശ് എടുത്തോ, നാട്ടിലേക്ക് ഒന്ന് കറങ്ങിട്ട് വാ. കള്ളപ്പന്നി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലെ കടുത്ത അതൃപ്തി ആവർത്തിക്കുന്നു PC ജോർജ്. ഇന്ന് ഞാൻ ശരിക്കും തോറ്റു. 1982 തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടപ്പോൾ പോലും ഇത്രയും വലിയ ഇച്ഛാമം എനിക്ക് ഉണ്ടായിട്ടില്ല കുട്ടികളെ. ഒന്നാമത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിചയപ്പെടുത്തണ്ടേ, അവിടെ പ്രശ്നം. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു 10 പേരെ കൊണ്ട് നിർത്തിച്ച് അനിലാന്യ ആരാന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി ആരാന്ന് ആർക്കും മനസ്സിലാകില്ല. എടാ ഒരപ്പേ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ എന്റെ നാക്കിന്റെ ബലമാണ്. അത് പോയി ഇരുന്ന് പരസ്യം ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അനിലാന്യാണേ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഗതികേടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. പത്തനംതിട്ടയെ പ്രതികരിച്ച് ലോക്സഭയിൽ ഏറ്റവും അനുയോജ്യം ഞാൻ തന്നെയാണ്. ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികണം. അതോർത്ത് നീ വിഷമിക്കണ്ട, എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ചിച്ച് വരെ കോരിയവനാണ് കൊച്ചൻ. വരട്ടിയാലേ ശരിയാവുള്ളൂ. എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. ഞാൻ BJP ചേർന്നത് പത്തനംതിട്ട പാർലമെന്റിൽ MP ആയിക്കോളാം എന്ന ആഗ്രഹത്തോടുകൂടി എന്ന ആവശ്യത്തോടുകൂടിയല്ല. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. ഒരു കാര്യം ചെയ്ത് തയ്യാറായിട്ട് വന്നു. ഞാൻ പാർലമെന്റിൽ ചെല്ലുമ്പം വന്നാൽ മതി, പാസ് തരാം. അപ്പൊ ജയിക്കും, പാസ് തരാന്നേ. അപ്പൊ സ്ഥാനാർത്ഥിയാണ്. എന്റെ മുടിപ്പര അമ്മജി എന്തൊരു ജമ്മം. ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ചിന്തിച്ചു പോലുമില്ല. ദൈവം സാക്ഷിയാണ് പറയുന്നത്. എനിക്ക് കള്ളം പറ്റുന്ന കാര്യം. എന്നാലും ഞാനും മനുഷ്യനല്ല, എനിക്ക് വലിയ മോഹങ്ങൾ. പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ കലാപത്തിനിറങ്ങിയ PC ജോർജ് BJP ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലോടെ അയഞ്ഞു. വീട്ടിലെത്തിയ അനിൽ ആന്റണിയെ മധുരം നൽകി സ്വീകരിച്ച ജോർജ് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ചു. ഇത് നിന്റെ പ്രസിഡന്റിന്റെ കാര്യമാണ്. അതെ, അനന്തന്റെ മുന്നിൽ നീ തോൽക്കാൻ പാടില്ല. ഇല്ല, അതുകൊണ്ട് നീ അവന്റെ കാല് പിടിക്കണം. ഞങ്ങൾ തമ്മിൽ എന്ത് സ്നേഹത്തിലാണെന്നറിയൂ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പാത്രത്തിൽ നിന്നല്ലേ ഊണ് കഴിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. എന്ത് വിധി ഇത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കേരളത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞ AK ആന്റണിയുടെ മകൻ എന്നുള്ള വലിയ അംഗീകാരമുണ്ട്. മനസ്സിലായി? ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ, വെരി ക്ലോസ്. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. അനിലിന് മധുരം നൽകുമ്പോഴും സീറ്റ് എത്രത്തോളം താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന കാര്യം ജോർജ് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ട്. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. താമര ചിഹ്നത്തിൽ ജോർജോ മകനോ പത്തനംതിട്ടയിൽ ഇറങ്ങുമെന്നായിരുന്നു ധാരണ. ഇതിനിടെ ജോർജ് മത്സരിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന BDJS പരാതിയാണ് വില്ലനായത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങമ്പുഴ പാടി ചപല വ്യാമോഹങ്ങൾ ആനയിക്കും, ചതിയിൽപ്പെടാൻ ഞാൻ ഒരുക്കമല്ല. എന്റെ എല്ലാ ഭാവങ്ങളും